പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എൻ്റെ പഞ്ചായത്തായ ചേലാമ്പ്രം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് പൈങ്ങോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തെ നെയ്സ് ക്യാമ്പസ് നെയ്സ് പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ ഇന്ന് ഒരു ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മളും പോയിട്ടോ ആ ഒരു പരിപാടിക്ക്. അവിടെ നിന്ന് പോയിട്ട് നോക്കിയപ്പോൾ ഒരു അടിപൊളി പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടുത്തെ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ ചേർന്നുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്ന വിവിധ തരം ഐറ്റംസ് ഫുഡുകളാണ് ഈ ഒരു ഫെസ്റ്റിവലിൽ ഇവർ പ്രദർശിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തത്. നമ്മൾ കേൾക്കാത്ത ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ ഈ ഒരു ഫുഡ് ഫെസ്റ്റിവലിൽ ഈ ഒരു ക്യാമ്പസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചു. നെയ്സ് ക്യാമ്പസ് പൈങ്ങോട്ടൂർ പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റിവൽ. ഇത് ശരിക്കും ഭക്ഷണത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ്. എന്തൊക്കെ കുട്ടികൾക്ക് ഇതൊരു സ്കില്ലാണല്ലോ ഭക്ഷണം. വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചത്. ഉപ്പിലിട്ട് മുതൽ ഒരുപാട് ഐറ്റം സാധനങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഏതൊക്കെ സാധനങ്ങളാണ് ഇവിടെ കുട്ടികളും രക്ഷിതാക്കളും ഉണ്ടാക്കി കൊടുത്തത് എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. വ്യത്യസ്തമായ ഒരു പരിപാടി തന്നെയാണ് പൈങ്ങോട്ടൂരുള്ള ഈ നെയ്സ് ക്യാമ്പസ് പബ്ലിക് സ്കൂള് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒട്ടനവധി രക്ഷിതാക്കളും അതുപോലെ കുട്ടികളൊക്കെ ഇതിനകത്തുണ്ട്. ഇവിടെ എന്തെല്ലാം ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളതെന്ന് ചോദിക്കാം അവർക്ക്. സിഗരറ്റ് മിഠായി, നാരങ്ങ മിഠായി, പിന്നെ ഉപ്പിലിട്ടത്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. നൊസ്റ്റാൾജിയ ഐറ്റംസ് എല്ലാം ഉണ്ട്. അതെ. ഉപ്പിലിട്ടതിന് 10 രൂപ, പിന്നെ ഒരു ബാക്ക് മുട്ടായിക്ക് 10-20 രൂപ, പിന്നെ 1 രൂപക്കുണ്ട്. കുറെ ഉണ്ട്. ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിള്, ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ ഗുലാം ജാമ്, എല്ലാതരം ജ്യൂസുകളും ഉണ്ട്. ജ്യൂസുകൾ വത്തക്ക, കുറെ സാധനങ്ങളുണ്ട്. പുളിച്ചാറ്, ഷോബാസ് ഉണ്ട്. ഷോബാസ് കഴിഞ്ഞു പോയി. എന്റെ പേര് ജെയിൻ മാസി. അതെ. അപ്പൊ ഇവിടെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഈ നാട്ടുകാരുടെയും ഒക്കെ നല്ലൊരു സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇവിടെ എന്തെല്ലാം ഐറ്റംസ് ഉണ്ട്. എന്താ കഴിക്കണേ? ഇവിടെ വേറെ വെറൈറ്റി ഐറ്റംസ് സാധനങ്ങൾ ഉണ്ട് കേട്ടാ. ഇവിടെ നല്ല ഐറ്റംസ് ഉണ്ടല്ലോ. ചിക്കൻ ഐറ്റംസ്, സമൂസ, മമ്മൂസ, കട്ലറ്റ്, സമൂസ, പിന്നെന്താ ചിക്കൻ റോള്, പലതുണ്ട്. പലതുണ്ട്. പറയണേ. അപ്പോ അടിപൊളി ഒരു പരിപാടി കേട്ടോ ഇവിടെ. ആ ബോർഡിൽ എഴുതി വെച്ചത് കൈ നിറച്ച് വന്നോളി, പള്ള നിറച്ച് പോയിക്കോളി എന്നുള്ള ആ ഒരു കൗണ്ടറിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇവിടെ എല്ലാ ഐറ്റംസും ക്രിസ്പി ബനാന, ആട ഉണ്ണിയപ്പം ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഇല്ലടാ എല്ലാം ഉണ്ട്. ചട്ടിപത്തിരി, ഉണ്ണിക്കായ. രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ഈ ഫുഡ് ഫെസ്റ്റിവലിലെ വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. ഈ ഒരു കൗണ്ടറിൽ ഒരു പയ്യനുണ്ട് കേട്ടോ. അവൻ നല്ല പാട്ട് പാടും, നല്ല അടിപൊളി പാട്ട് പാടും. ഒരുപാട് മത്സരങ്ങളിൽ സമ്മാനങ്ങൾ നേടുകയും ഫസ്റ്റൊക്കെ എത്തിയ ഒരു പയ്യനാണ്. അവനൊരു പാട്ട് കേൾക്കാം. ചുറ്റിയുടെ ദുരകളും അടിയടി വരി വരി നിന്ന് രഞ്ജം തത്തിരിപ്പിത്ത് ദൃഷ്ടി മുളക്കപ്പെട്ടേ ശിവരുകവേ കൂടെ കൂടെ പടി കൊടി പിടി പിടി ചുടി ചുടിയുണ്ടും കൂടെ കൂടെ പടി പടി പിടി പിടി ചുടി ചുടിയുണ്ടും
തച്ചുറ്റൊരു കുറ്ററടിത്ത് പട്ടാള കൊടുമാനേ കുതുകുലമതിമിതിമിതിമിതാമതമതും തത്തിത്തി കിത്തി മുതിർത്ത് ചുറ്റിയുടെ ദുരകൾ അണി അണി വരി വരി നിരഞ്ജം തൃപ്പിത്ത് ദുഷ്ടിമുളക്കപ്പെട്ടേ ശിവരുകവെ കൂട പാടി കൊടി പിടി പിടി ചുടിചുടിയുണ്ടും കുടകുട പടി 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 ചുടിചുടിയുണ്ടും തട്ടുറ്റൊരു കുറ്ററടിത്ത് പട്ടാള കൊടുമാനേ. ഉണ്ട് ഒരു ബോർഡ് കാണുമ്പേ ഇറാനി പോള അങ്ങനെ നമുക്ക് ചോദിക്കാം ഇവിടെ എന്തെല്ലാം ഐറ്റംസ് ആണ് ഇവരിവിടെ ഒരുക്കിയിട്ടുള്ളത് എന്ന് ചോദിക്കാം. ഇവിടെ ഇറാനി പോള, സാൻഡ്വിച്ച്, ചട്ടിപ്പത്രി, ബനാന കേക്ക്, ഇറച്ചി കേക്ക്, അങ്ങനെ എല്ലാവിധ കേക്കുകളും ഉണ്ട്. അധികം ചിക്കൻ ഐറ്റംസ് ആണ്. പിന്നെ ഇറച്ചിപ്പോള, പിന്നെ ഇറാനിപ്പോള, പിന്നെ എന്താണ് ജാപ്പനീസ് റാറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. പിന്നെ അത് പുഡിങ് ഏകദേശം തീർന്ന്. പിന്നെന്താണ് അതാ ഇറാനിപ്പോള, അതൊക്കെ വീട്ടിലെ ഐറ്റംസ്. അടിപൊളി സാധനങ്ങൾ ഉണ്ട് തോന്നുന്നുണ്ട് ഈ ഒരു കൗണ്ടറിൽ. ചോദിച്ചു നോക്കാം നമുക്ക് എന്തെല്ലാം ഇവിടെ എടുത്തുള്ളത്. സേമിയ പായസം, ചേമ്പ് പായസം. ഇല്ല, വെറൈറ്റിയാണ്, നാടൻ വിഭവമാണത്. നെക്സ്റ്റ് പൈനാപ്പിൾ പായസം, ഗോതമ്പ് പായസം, സേമിയ പായസം, ക്യാരറ്റ് ആൻഡ് സേമിയ പായസം, ചവ്വരി പായസം, ദെൻ ഇളനീർ പായസം, ക്യാരറ്റ് മക്രോണി പായസം, ദെൻ ഗോതമ്പ് പായസം, ഓക്കെ സാബൂനരി. അയ്യാ ഓഫ് കോഴ്സ്. ടേസ്റ്റ് ചെയ്യണോ? ഓക്കെ മാം ദിസ് ഒരു ക്ലാസ് എന്താണ് മട്ടും ചേരും അറിയാം. പൈങ്ങോട്ടൂരിലെ നൈസ് ക്യാമ്പസിൽ രുചികരമായിട്ടുള്ള ഭക്ഷണം ഇന്നിവിടെ പ്രത്യേകം വിദ്യാർത്ഥികൾ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. രുചിപ്പഠനം എന്നുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇവിടെ നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ രുചിച്ചു നോക്കി. വളരെ മികച്ച രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് വിഭവങ്ങളുണ്ട്. ഒരുപാട് നമ്മുടെ നാടൻ വിഭവങ്ങൾ തയ്യാറാക്കിയ രക്ഷിതാക്കൾ, കുട്ടികൾ തയ്യാറാക്കിയ മനോഹരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഈ പരിപാടി തോന്നിയിട്ടുള്ളത്. ഇതിന് നേതൃത്വം കൊടുത്ത നൈസ് ക്യാമ്പസ് അധ്യാപകരെയും കമ്മിറ്റി അംഗങ്ങളെയും രക്ഷിതാക്കളെയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നു.
നൈസ് ക്യാമ്പസ് പൈങ്ങോട്ടിൽ ഒരുക്കിയ രുചിപഠനം എന്നുള്ള പരിപാടി നല്ല രീതിയിൽ മികച്ചതായിരുന്നു. പഴയ ഭക്ഷണ സാധനങ്ങൾ മുതൽ പുതിയ വിഭവങ്ങൾ വരെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ചേമ്പ് പായസം മുതൽ ഞങ്ങൾക്കൊക്കെ അറിയാത്ത ഒരുപാട് വിഭവങ്ങൾ ഇവിടെ കുട്ടികളുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ട് എല്ലാ വിഭവങ്ങളും ഒന്നിനൊന്നും മെച്ചമായിട്ട് ഇവിടെ കാണാൻ സാധിച്ചു. ഈ പരിപാടി ഇവിടെ നടത്തിയ അതിന്റെ മാനേജ്മെന്റ്, ഇതിന്റെ ടീച്ചേഴ്സ്, വിദ്യാർത്ഥികൾ, അധ്യാപകർ എല്ലാവരെയും അഭിനന്ദിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകനായ നൗഷാദ് അഹ്സരി നമ്മുടെ കൂടെ ഉണ്ട്. അതെ, ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ ഒരു കാര്യം വ്യത്യസ്തമായ ഒരു പരിപാടിയാണല്ലോ. ഈ രക്ഷിതാക്കളെയും കുട്ടികളുടെ ഒക്കെ സാന്നിധ്യത്തിൽ അവരുടെയൊക്കെ സഹകരണത്തോടു കൂടി ഒരു ഫുഡ് ഫെസ്റ്റിവൽ, അതായത് അവർ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് അവരുടെ കഴിവുകളെ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഇത് സെറ്റപ്പ് ആക്കിയത് അല്ലേ? കുട്ടികൾക്ക് എന്നും പഠിക്കാനായിരിക്കില്ല താല്പര്യം, കളിക്കാനും കൂടിയാണ്. അപ്പൊ കളിയിലൂടെ പഠിക്കുക, ഇത് ശരിക്കും ഒരു ഭക്ഷണത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ്. എന്തൊക്കെ കുട്ടികൾക്ക് ഇതൊരു സ്കില്ലാണല്ലോ ഭക്ഷണം പാചകം. നമ്മുടെ സ്കൂളില് കരിക്കുലത്തിന് പുറമെ എക്സ്ട്രാ കരിക്കുലം എന്ന് പറഞ്ഞിട്ട് ഓരോ സ്കില്ലും ഏകദേശം ഇവിടെ LKG കുട്ടി UKG കഴിയുന്നതോടെ UCക്ക് നമ്മൾ പറയാം, UCക്ക് കഴിയുന്നതോടുകൂടെ കുട്ടികൾക്ക് 100-110 സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യും. അതിൽ നഖം മുറിക്കല്, വാഷിങ്, അതേപോലെ വസ്ത്രം അലക്കല്, ഇങ്ങനെ തുടങ്ങി പാചകം ചെയ്യൽ വരെ നമ്മളിവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ആ രീതിയിൽ ചെറുപ്രായത്തിൽ തന്നെ ഇപ്പൊ LKG ഇവിടുത്തെ ഒരു കുട്ടിനെ വിളിച്ചിട്ട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞ കൂടായിട്ട് ചായ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പൊ ആ നിലയ്ക്ക് കുട്ടികളുടെ ഈ രംഗത്തേക്കുള്ള കഴിവ്, ഓരോ കുട്ടികൾ എന്തായിട്ട് മാറാൻ എന്താണോ താല്പര്യം, കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് കുട്ടികൾ വളരട്ടെ. ഓരോരുത്തർക്കും ഓരോ സ്കില്ലായിരിക്കും. ആ നിലയ്ക്ക് നമ്മൾ ഇൻഡിവിജ്വലി കുട്ടികളുടെ ആംബിഷൻ അനുസരിച്ച് വളർത്തിക്കൊണ്ടുവരാനാണ് നമ്മുടെ സ്കൂൾ ഡിസൈൻ ചെയ്യുന്നത്. ZQ സഹറത്തുൽ ഖുർആൻ സ്കൂൾ എന്ന് പറയുമ്പോൾ 3 വയസ്സിൽ ഇവിടെ കുട്ടി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 6 വയസ്സ് 3 വർഷം ഇവിടെ പഠിക്കുന്നതോടുകൂടെ ഖുർആനിന്റെ ഒരു പ്രധാനപ്പെട്ട 30 ജുസുകളിൽ ഒന്ന് ഹൃദയസ്ഥമാക്കുകയും പരിപൂർണമായും ഖുർആൻ നോക്കി ഓതാൻ തജ്വീദ് നിയമപ്രകാരം, പാരായണ നിയമപ്രകാരം നോക്കി ഓതാനുള്ള കഴിവ് ആർജിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇംഗ്ലീഷ്, മലയാളം, അറബിക് തുടങ്ങി 4 ഭാഷകൾ, ഇന്ത്യ അടക്കമുള്ള ഭാഷകൾ കൈകാര്യം ചെയ്യുകയും മറ്റ് ശാസ്ത്ര വിഷയങ്ങളും പ്രാവീണ്യം നേടുകയും ചെയ്യുന്ന ഒരു കരിക്കുലമാണ് മർക്കസിന് കീഴിൽ ആരംഭിച്ച ഈ ZQ പ്രീ സ്കൂളിന്റെ പ്രത്യേകത. അതുകൊണ്ട് നമ്മുടെ സ്കൂൾ ഈ ഒരു കുഗ്രാമത്തിലാണെങ്കിലും 14-15 ഗ്രാമങ്ങൾ, പഞ്ചായത്തുകളിൽ നിന്ന് കുട്ടികൾ ഇവിടെ പഠിക്കാനെത്തുന്നു. ഒരു അഡ്വർടൈസ്മെന്റും ഇല്ലാതെ ഇവിടെ വരുന്ന കുട്ടികളുടെ പ്രകടനം കണ്ടിട്ടാണ് ഇവിടെ അഡ്മിഷൻ. ഇപ്പൊ നമ്മൾ ഈ വർഷത്തെ അഡ്മിഷനും ക്ലോസ് ആക്കിയിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ഫുഡ് ഫെസ്റ്റിന് പേരൻസിന്റെ കൂടെ പങ്കാളിത്തമുണ്ട്. അവരെ കുട്ടികളെ നന്നായി സപ്പോർട്ട് ചെയ്യുക. ഒരു അംബ്രല സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. കുട്ടികൾ, പാരന്റ്, ടീച്ചേഴ്സ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു അംബ്രല സിസ്റ്റത്തിലൂടെയാണ് നമ്മുടെ മക്കളെ വളർത്തുന്നത്. നിങ്ങൾക്ക് ഓരോ കുട്ടികളും പരിശോധിച്ചാൽ അറിയാം. വിവിധ കഴിവുകളുള്ള, കഴിഞ്ഞ വർഷമൊക്കെ ജില്ലാ തലത്തിലും സ്റ്റേറ്റിലും, ഇന്നലെ മിനിയാന്ന് ഒക്കെ അതിന്റെ റിസൾട്ട് വന്നു. സ്റ്റേറ്റ് തലത്തിൽ തന്നെ നമ്മൾ ഈ ചെറിയ സ്കൂളാണെങ്കിലും ഇവിടെ നിന്ന് 5 മത്സരങ്ങളിൽ 2ലും ഫസ്റ്റ് നേടി. ഇന്നലെ നമ്മുടെ ZQ സിസ്റ്റത്തിൽ തന്നെ സംസ്ഥാനതല മത്സരത്തിൽ 5 മത്സരം നടന്നതിൽ 2ലും ഫസ്റ്റ് നമ്മുടെ കുട്ടികൾക്കാണ്. അതിനു മുമ്പ് സംസ്ഥാനതല ഖുർആൻ മത്സരത്തിൽ നമ്മുടെ 2 കുട്ടികളാണ് ഫസ്റ്റ് നേടിയത്. മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലീഷ് പ്രസംഗത്തിൽ 1-ാം സ്ഥാനവും ഖുർആൻ പാരായണ മത്സരത്തിൽ 1-ാം സ്ഥാനവും. മതവും ഭൗതികവും 2 നമ്മുടെ കുട്ടികൾ മുന്നിൽ തന്നെ ഉണ്ട് എന്നത് നമുക്ക് ചാരിതാർത്ഥ്യമാണ്. പിന്നെ ഒരു ക്ലാസ്സിൽ 3 ടീച്ചറെ വെച്ചിട്ടാണ് നമ്മുടെ പഠനം. അറ്റ് എ ടൈം 3 ടീച്ചറെ വെച്ചുകൊണ്ടുള്ള ഒരു പഠന സിസ്റ്റമാണ് ഈ ZQ പ്രീ സ്കൂൾ. ഇൻഷാ അല്ലാഹ് പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം 3-ാം വയസ്സ് മുതൽ പ്രീ സ്കൂളിംഗ് സിസ്റ്റം തുടങ്ങുന്നുണ്ട്. നമ്മൾ 8 വർഷം മുമ്പ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുകയാണ്. LCK മുതൽ 5-ാം ക്ലാസ് വരെ ഇപ്പോൾ പ്രൈമറി സ്കൂളാണല്ലോ, അതെല്ലാം ഇവിടെ ഉണ്ട് നിലവിൽ. ബാക്കി 2024-25 വർഷത്തേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്തു. ഇന്നലെ നമ്മൾ അവസാന കുട്ടിയും വന്നാൽ ക്ലോസ് ചെയ്തു. നമ്മൾ 27 കുട്ടികളാണ് ഒരു ക്ലാസ് അഡ്മിറ്റ് ചെയ്യാം. അഥവാ ഒരു 9 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലക്കാണ്. അപ്പൊ ആ ഒരു എണ്ണം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിർവാഹമില്ല. അതിലേറെ ഒരു കുട്ടിയെ നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം അനുസരിച്ചുള്ള 2 ബാച്ച് കുട്ടികളാണ് നമ്മൾ എടുക്കുക. അത് ഓൾറെഡി ഡിസംബറിൽ ഒരു ബാച്ച് പൂർത്തിയാവുകയും ഇപ്പോൾ ഫെബ്രുവരി കഴിയുന്നതോടുകൂടെ 2-ാം ബാച്ചും പൂർത്തിയാക്കും.